ഹേ ഗായ്സ്, ഇന്ന് ഞാൻ രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മൾ ബർഗറിൻ്റെ റെസിപ്പിയും അതുപോലെ ഒരു ഡ്രിങ്കും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ചൂടുമാണ്, അതുപോലെ നോമ്പൊക്കെ തുറക്കുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി. ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 10-20 ബദാമും കൂടി എന്ത് ചെയ്യുക, കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലിനോട് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ കുറച്ച് കസ്കസും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതും കൂടി കുതിരാനട വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനിലേൻ്റെ ഫ്ലേവറുള്ള ഒരു കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു 2 ടീസ്പൂണോളം മതിയാവും കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് കട്ടല്ലാണ്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. വെള്ളം അധികം ഒഴിക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. കുറേ ഒഴിച്ചാൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതും അവിടെ മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമ്മളെ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ച് വന്നിട്ട് ഒരു 3 വിസിൽ നമുക്ക് എന്ത് ചെയ്യുക, വേവിച്ചെടുക്കാം. ഇനി വെന്ത ക്യാരറ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ബദാമും കൂടി ഇട്ട് കൊടുത്തില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2-3 മണിക്കൂർ ചിലപ്പോൾ കുതിർത്ത് വെച്ചാലും അതിൻ്റെ തൊലി അങ്ങോട്ട് ഇളകി പോരില്ല. ഇതൊരു ഈസി ട്രിക്കാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ബദാമൊക്കെ നിർബന്ധമായിട്ട് ഇട്ടാലേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ബദാമും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്തിട്ട് ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാനൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ലിറ്ററോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്രയാണോ ജ്യൂസ് ആവശ്യം അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ അതിനനുസരിച്ച് സാധനങ്ങളെ അളവൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പാലിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ ഇതുപോലെ ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്ത് ചെയ്യുക, നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി കുറച്ച് നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല പോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കലക്കി വെച്ച് കോൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അപ്പോൾ ആ കോൺഫ്ലവർ ഒഴിക്കുന്നതോടുകൂടി തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് എൻ്റെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട്, ആ കട്ടയൊക്കെ പിന്നീട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തിള വന്നു കഴിഞ്ഞാൽ അധികം കട്ടിയാവാൻ നിൽക്കണ്ട. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാവുക. അതുകൊണ്ട് അധികം തിക്കാക്കിയാൽ നമുക്ക് കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു കസ്കസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒന്നുകൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഒരു തയ്യാറാക്കി വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് പിസ്ത അതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അധിക പൊടിയല്ല, അങ്ങനെ നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതും കൂടി ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല കടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നോമ്പ് തുറയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നിങ്ങൾ ജ്യൂസിൻ്റെ പകരം എന്നും ഈ ആപ്പിളും മുന്തിരിയൊക്കെ അല്ല അടിക്കൽ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ. അടുത്ത ഞാനൊരു ബർഗറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ആ ഒരു പകുതി മതിയാവും കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് ഒരു 1/4 ടീസ്പൂണോളം മതിയാവും, അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ പാകത്തിന് ഉപ്പ്, നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂണിലും പകുതി മാത്രം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിനെഗർ അതൊരു 1 ടേബിൾ സ്പൂണോളം വേണം, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഞാൻ ബോൺലെസ് ചിക്കന് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 10 പീസ് ഉണ്ടാവും തോന്നുന്നു.
അതിൽ ചേർത്തേരം പിന്നെ ഓർമ്മയില്ല കേട്ടോ എത്രയാണെന്നുള്ളത് കറക്റ്റ് പറയാത്തതാണ്. അതോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ചിക്കന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം കേട്ടോ വെള്ളം എടുക്കാൻ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിങ്ങനെ മുങ്ങിക്കിടക്കണം, ആ രീതിയിലേക്ക് വെള്ളം എടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറോളം ഇതെന്ത് ചെയ്യുക, സോക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസ്, അധികം ലൂസ് ആവേണ്ട എന്നാൽ അധികം തിക്കും ആവേണ്ട, ആ ഒരു രീതിയിലേക്ക് ഇതെന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഇതിലും കുറച്ചുകൂടി ഞാൻ ചെയ്യുമ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പും കൂടി മൈദ ഇട്ട് കൊടുക്കാം. 3 മണിക്കൂറിന് ശേഷമാട്ടോ ചെയ്തിട്ടുള്ളത് മൈദ. അതുപോലെ കുറച്ച് കോൺഫ്ലവർ, മൈദയിലും കുറച്ച് കോൺഫ്ലവർ, ഉപ്പ്, അതുപോലെ മുളക് പൊടി, കളറിന് മാത്രം കാശ്മീരി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ ഒന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ആ സമയം കൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇട്ട പോലത്തെ ചിക്കനേ അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ചിക്കൻ വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചിക്കനിൽ ഉപ്പും മുളകും കുരുമുളകൊക്കെ ഇട്ടിക്കില്ലേനു, അതുകൊണ്ട് അതൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദൻ്റെ മിക്സിലേക്ക് ഈ ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം അതിലുള്ള വെള്ളം അതിലേക്ക് ആക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു മൈദൻ്റെ മിക്സിലേക്ക് അത്യാവശ്യം വെള്ളമുണ്ട്, ഇനി ഇതുകൂടി ആകുമ്പോൾ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ആ ഒരു ആ ഒരു വെള്ളമല്ലേ അത് ഒഴിവാക്കിയിട്ട് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതും ഒന്ന് മുങ്ങിക്കിടക്കണം, ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പാത്രം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിതാ കട്ട്ലേറ്റ് കൊണ്ടിരുന്നു. അപ്പോൾ അതുകൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആകെ 5-6 കട്ട്ലേറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു പാത്രത്തിലേക്ക് ആക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നോക്കി പൊരിക്കലാണ്, അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കട്ട്ലേറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മൈദ ഈ സമയം കൊണ്ട് തന്നെ മൈദയിലുള്ള ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മൈദല്ലേ പൊടി അതിലേക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങനെ കുറച്ച് അതിലേക്ക് തന്നെ ആക്കിയിട്ട് ആ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനും നല്ലത് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ ഇതാ അതിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പുറം. അപ്പോൾ അതാ കുറച്ച് പച്ചവെള്ളമാണിത്, തണുപ്പുണ്ട് വെള്ളം അത്യാവശ്യം കേട്ടോ. നമ്മൾ വയനാട്ടിലായതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം അവിടെ കിട്ടുക. അതുകൊണ്ട് തന്നെ ചൂടുള്ളവരൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം എടുത്തോളി. എന്നിട്ട് ഇതാ നമ്മൾ ചിക്കൻ ഒന്നുകൂടി ഡബിൾ കോട്ട് ചെയ്തിട്ട് ഈ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചിക്കനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മൈദമാവിൽ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ അതിലിങ്ങനെ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പിൽ 3 പീസായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 എണ്ണം മാത്രം ചെയ്തെടുക്കുക. പിന്നെ ഇതായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്തത് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ആ ഒരു പേടിയൊന്നും പേടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചിക്കന് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2-3 വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ദാ 2 ഭാഗവും ഏകദേശം ആവാനായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇട്ടുകൊണ്ട് കേട്ടോ ആ ഒരു കളർ വരുന്നത് നല്ല രസമുള്ളൊരു കളറാണ്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ ഇതൊന്ന് അങ്ങനെ അരച്ചിട്ടൊക്കെ അല്ല ബർഗർ ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ചിക്കൻ്റെ ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് ആ ഒരു ബർഗർ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സിംഗർ ബർഗർ ഇല്ലേ, അതിൻ്റെ ഒരു മിനി ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്, പക്ഷേ
നമ്മൾ വലിയ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് ഒരു സിംഗർ ബർഗറിന് എനിക്കൊന്ന് 150 രൂപയായിട്ട് ഉണ്ടാവുന്നു. പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് സാധാ ബണ്ണാണ്, ബർഗർ ബണ്ണൊന്നല്ല. സാധാരണ എനിക്ക് തോന്നുന്നു 40-45 രൂപ വരുന്ന ബണ്ണാണ്. അതിൽ 7-8 പീസും ബണ്ണും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മേലെ ഭാഗം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, താഴെ മറിച്ചിടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ മയോണീസിൽ കുറച്ച് കെച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളെ ബണ്ണിൻ്റെ മേലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു മയോണീസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ മയോണീസ് വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, ഒന്ന് നോക്കിക്കോ കേട്ടോ. ഇതാകുമ്പോൾ ഹെൽത്തിയാണ്, 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ ബണ്ണിലും നമ്മൾ ആ ഒരു മയോണൈസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ലെറ്റ്യൂസിൻ്റെ ലീഫാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ഉള്ളി ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് എടുത്തതും, പിന്നെ ചിക്കനും അതുപോലെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കുക്കുംബർ അതുപോലെ തക്കാളി ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഞാനതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്ക് അതിൻ്റെ മേലെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. ആദ്യം ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ മേലെ വേണമെങ്കിൽ ഉള്ളി അത് വെക്കാൻ മറന്നു കേട്ടോ, ഉള്ളി വെച്ച് കൊടുക്കുക, പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുക, പിന്നെ ചീസ് വെച്ച് കൊടുക്കുക, പിന്നെ മയോണീസ് വെച്ച് ബന്നിന് മേലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതെന്ത് ചെയ്യുക, ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കുക. ആ ചീസൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തപ്പോൾ ആ ഒരു പാൻ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഫുള്ളായിട്ട് അതിലേക്ക് വീണ് കൈയൊക്കെ പൊള്ളിയുണ്ട് ചെറുതായിട്ട്. ഇനി നമ്മൾ ആ മെൽറ്റായ ബട്ടറിലേക്ക് നമ്മൾ ആ ഒരു ബർഗറിൻ്റെ സംഭവം വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികളിങ്ങനെ വാശി പിടിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്നിട്ട് 2 ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിത്തിരി വെള്ളം ആ പാനിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മിനി സിംഗർ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നോമ്പിനൊക്കെ ഇതൊന്ന് കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവും. അടുത്ത ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഇന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമാക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു ഡ്രിങ്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്നാബിഷ്.